ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ താമസിക്കുന്നതിന് തൊട്ട് അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ്. നമ്മുടെ സുഹൃത്ത് ടിമ്മിയുടെ വീടിന്റെ തൊട്ട് പുറയിലുള്ള ഒരു ഹൈക്കാണിത്. ജസ്റ്റ് വീട്ടിൽ നിന്ന് നടന്നു കയറാനുള്ള ഒരു ദൂരം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഭയങ്കര മഴയൊക്കെ പെയ്ത് ഇച്ചിരി മോശമായിട്ട് കിടക്കുകയാണ്. ഇതിന്റെ മണ്ടയ്ക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം സ്ഥലത്തിന്റെ ഏരിയൽ വിഷ്വൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ ഇന്നലെ ചെറിയൊരു വോക്കിനും ഹൈക്കിനും ഒക്കെ പോയായിരുന്നു. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ. ആണോ ലെജിനെ? അതാണ് ലെജിൻ. നാട്ടിൽ എവിടെ നിന്നാണ്, എന്ത് ചെയ്യുന്നു എന്നൊന്ന് പറയാം. ഞാൻ കുന്നംകുളത്ത് നിന്നാണ്. നാട്ടിൽ ഓക്കെ. ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ഇവിടെ DHBയിൽ വർക്ക് ചെയ്യുന്നു. ഇത് ടിമ്മിയാണ്. ടിമ്മി നാട് എവിടെയാണ്? ഞാനും നാട്ടിൽ പാല. ഞാനും ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ. ഇവരെ എല്ലാവരെയും നമ്മൾ ഇവിടെ വെച്ചിട്ട് പരിചയപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ വരുന്ന ഓരോ ആൾക്കാരെയും, പുതിയ മെമ്പേഴ്സ് ആയാലും പഴയ മെമ്പേഴ്സ് ആയാലും, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി തന്നെയാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ സെലിബ്രേഷനും ക്രിസ്മസ് സെലിബ്രേഷനും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അതെല്ലാം ഇവിടെ എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം ഇതുവരെ. പക്ഷെ പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങാറുണ്ട്. അല്ല, ഇറങ്ങണവരൊക്കെ ഉണ്ടാവും. വേണം, ഞാൻ ഇറങ്ങിയല്ലേ, എനിക്ക് വേണ്ടിയാ. എങ്ങനെ വീണ ആള് കാട്ടാവട്ടോ. തലടിച്ച് വീഴ കല്ലിന് പൊളിക്ക. അവിടെ നിന്ന് വീഡിയോ എടുത്തോ. മറ്റേ ഇത് കണ്ടിട്ടുണ്ടോ, മാൻ വേഴ്സസ് വൈൽഡ്? അതുപോലെ ഉണ്ട്. മറ്റേ ലൈറ്റ് ഓൺ ആയിക്കോ. ഞാനിപ്പോ നിൽക്കുന്ന ഒരു ഗോൾഡ് മൈനിങ് കേവിൻ്റെ ഉള്ളിലാണ് കേട്ടോ. കോബ്ഡൻ കേവ് എന്നാണ് ഈ കേവിന്റെ പേര്. മുമ്പ് ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ 2 പേരുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ധൈര്യത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലത്ത് ഹെവി എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ മൈനിങ് നടന്നിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തു. അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള മൈനിങ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ ടൂൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഗോൾഡ് മൈനിങ് ഇവിടെ ന്യൂസിലാൻഡിൽ ലീഗലൈസ്ഡ് ആണ്. പ്രത്യേക ലൈസൻസ് എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഹോബി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുള്ളിയെ പരിചയപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ലോക്കലാണ്. അപ്പോൾ പുള്ളിയാണ് ഈ ഗോൾഡ് മൈനിങ് ഇപ്പോഴും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലാക്കി തന്നത്. ഭയങ്കര കൗതുകം ഉണർത്തുന്ന ഒരു അറിവായിരുന്നു. നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. ആൾക്കാർ ഇവിടെ മൈൻ ചെയ്ത്, അതായത് ചെറിയ ചെറിയ ടൂൾസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ നിന്നുള്ള മണ്ണും കല്ലുകളും ഒക്കെ വാരിയിട്ട് വെള്ളത്തിലിട്ട് അരിച്ചരിച്ചെടുത്തിട്ടാണ് ഈ ഗോൾഡിന്റെ ചെറിയ ചെറിയ തരികളൊക്കെ അവർ എടുത്തുകൊണ്ട് കളക്ട് ചെയ്തുകൊണ്ട് പോവാം. ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഗോൾഡൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. മെഷീനറീസിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇതിന്റെ താഴെക്കൂടെ ഒരു പാലമൊക്കെ ബിൽഡ് ചെയ്ത് പോയിരിക്കുന്നതാണ്, ഇരുമ്പും കാര്യങ്ങളൊക്കെ, റെയിൽവേ ട്രാക്ക് പോലെ. അതായത് ഇവിടെ നിന്ന് കല്ല് മൊത്തം അവിടുന്ന് കളക്ട് ചെയ്യും, ആ കൊട്ടക്കകത്തിടും, എന്നിട്ട് ആ റെയിൽവേ പാളം പോലുള്ള സംഭവത്തിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും. ഭയങ്കര